നമസ്കാരം. ഒന്നിലധികം വിവാഹങ്ങൾ ഒരൊറ്റ മുറിയിൽ തിങ്ങിപ്പാർത്തിരുന്നത് 5 കുട്ടികൾ. 2018 ദുരൂഹമായ ഒരു മരണം, ഒപ്പം വലിയ സാമ്പത്തിക ബാധ്യതയും. ഗാസിയാബാദിലെ ഒരു ഫ്ളാറ്റിന്റെ 9ാം നിലയിൽ നിന്ന് ചാടി 3 സഹോദരിമാർ ജീവനൊടുക്കിയ സംഭവം ഏറെ നടുക്കത്തോടെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടത്. എന്നാൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പുറം ലോകം അറിയാത്ത ഞെട്ടിക്കുന്ന കഥകൾ ഈ സംഭവത്തിന് പിന്നിലുണ്ടെന്നാണ് സംശയം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഗാസിയാബാദിലെ ഭാരത് സിറ്റിയിലെ ഫ്ളാറ്റിന്റെ 9ാം നിലയിൽ നിന്ന് ചാടി 12 വയസ്സുള്ള പാഖി, 14 വയസ്സുള്ള പ്രാചി, 16 വയസ്സുള്ള നിഷിക എന്നീ 3 സഹോദരിമാർ ജീവനെടുക്കുന്നത്. മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട പെൺകുട്ടികളിൽ നിന്നും മാതാപിതാക്കൾ ഫോൺ പിടിച്ചു വാങ്ങിയതിനെ തുടർന്നാണ് ഇവർ ഈ കടുങ്കൈ ചെയ്തതെന്നായിരുന്നു പുറത്തു വന്ന പ്രാഥമിക വിവരം. ഗെയിം അഡിക്ഷൻ എന്നതായിരുന്നു മരണത്തിന് പിന്നിലെ പ്രാഥമിക കാരണമായി ആദ്യം പുറത്തു വന്നതെങ്കിലും പിതാവ് ചേതൻ കുമാറിനെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ചിലതാകട്ടെ ദുരൂഹതകൾ നിറഞ്ഞത്. ഇയാൾ ഒന്നിലധികം വിവാഹം കഴിച്ചിരുന്നു എന്നതാണ് വിവരം. വിവാഹങ്ങളെക്കുറിച്ച് ചേതൻ കുമാർ നൽകിയ മൊഴികളിലെ യുക്തിയില്ലായ്മ പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തന്റെ ആദ്യ ഭാര്യയ്ക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിനാലാണ് 2ാം വിവാഹം കഴിക്കേണ്ടി വന്നതെന്നാണ് ഇയാൾ അവകാശപ്പെട്ടത്. എന്നാൽ കുട്ടികളുടെ പ്രായം പരിശോധിക്കുമ്പോൾ ഈ വാദങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും പോലീസ് പറയുന്നു. പെൺകുട്ടികളുടെ പിതാവായ ചേതൻ കുമാർ മൊഴികൾ തുടർച്ചയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഭാര്യമാരിൽ ഒരാളായ ടീനയുമായിട്ടുള്ള വിവാഹകാര്യം ഇയാൾ മറച്ചു വെക്കാനാണ് ആദ്യം ശ്രമിച്ചതെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനും പറഞ്ഞു. പെൺകുട്ടികളുടെ മരണം തലക്കേറ്റ പരിക്കുകൾ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ പെൺകുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായതിൻ്റെ സൂചനകളൊന്നുമില്ലെന്ന് ഷാലിമാർ ഗാർഡൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അതുൽ കുമാർ സിംഗ് പറയുന്നു. മരണപ്പെട്ട കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു ഫോൺ സംഭവത്തിന് വെറും 15 ദിവസം മുൻപ് വിറ്റുപോയിരുന്നു. അവസാന മണിക്കൂറുകളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തുന്നതിനായി ഈ ഫോണുകളും മറ്റ് തെളിവുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഗാസിയാബാദിലെ ഭാരത് സിറ്റി സൊസൈറ്റിയിലുള്ള 3 ബെഡ്റൂം ഫ്ളാറ്റിലെ ഒരൊറ്റ മുറിയിലാണ് ചേതൻ കുമാറും അയാളുടെ ഭാര്യമാരായ സുജാത, ഹിന, ടീന എന്നിവരും 5 കുട്ടികളും ഉറങ്ങിയിരുന്നത്. ആദ്യ ഭാര്യ സുജാതയിൽ ഇയാൾക്ക് ഒരു മകളും മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു മകനുമുണ്ട്. 3 ബെഡ്റൂം ഉണ്ടായിരുന്നിട്ടും എന്തിന് ഒറ്റ മുറിയിൽ കഴിഞ്ഞുവെന്ന ചോദ്യവും ദുരൂഹതയുണർത്തുന്നു. ആദ്യ ഭാര്യയായ സുജാതയ്ക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിനാലാണ് ഹീനയെ വിവാഹം കഴിച്ചതെന്നാണ് ഇയാൾ പറഞ്ഞത്. പോലീസിന് നൽകിയ മൊഴി പ്രകാരം 2018 സുജാതയും 2013 സുജാതയുടെ സഹോദരി ഹീനയും 2023 ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ച ടീനയും ചേതൻ കുമാർ വിവാഹം കഴിച്ചു. എന്നാൽ ഹീനയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് ചേതൻ കുമാർ നൽകിയ സമയക്രമവും കാരണങ്ങളും ഒത്തുപോകുന്നില്ല. കാരണം ആദ്യ ഭാര്യ സുജാതയുടെ മകൾ മരിക്കുമ്പോൾ അവർക്ക് 16 വയസ്സുണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇതിനാൽ തന്നെ കുട്ടികൾ ഉണ്ടാകാത്തതിനാലാണ് 2ാം വിവാഹം കഴിച്ചതെന്ന വാദം ഇവിടെ പൊളിയുകയാണ്. മുൻപത്തെ ഭാര്യമാരെ ആരെയും വിവാഹമോചനം ചെയ്യാതെ എങ്ങനെയാണ് 3 സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാധിച്ചതെന്ന ചോദ്യത്തിന് ആ സ്ത്രീകൾക്കെല്ലാം ഈ വിവാഹങ്ങളിൽ സമ്മതമായിരുന്നുവെന്നും ആരും തന്നെ പരാതി നൽകിയിട്ടില്ലെന്നും ACP പറയുന്നു. 2ാം ഭാര്യയായ ഹീനയിൽ ഇയാൾക്ക് 2 പെൺമക്കളുണ്ട്. 14ഉം 12ഉം വയസ്സുള്ള 2 പേർ. സുജാതയുടെ മൂത്ത മകളോടൊപ്പം ഇരുവരും കെട്ടിടത്തിന്റെ 9ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഭാര്യമാരിൽ ഏറ്റവും ഇളയവളായ 22-കാരി ടീനയിൽ ഇയാൾക്ക് 3 വയസ്സുള്ള ഒരു മകളുണ്ട്. ടീന മുൻപ് കുമാറിനൊപ്പം ജോലി ചെയ്തിരുന്നു. മറ്റു ഭാര്യമാരുടെ സമ്മതത്തോടെയാണ് ഈ വിവാഹം നടന്നതെന്നാണ് ഇതുവരെ പുറത്തുവരുന്ന വിവരമെന്ന് ACP പറയുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് തൻ്റെ പെൺമക്കൾ ടാസ്ക് അധിഷ്ഠിത കൊറിയൻ ഗെയിമുകൾക്ക് അടിമയായിരുന്നുവെന്നും അതിനാൽ താൻ അവരുടെ ഫോണുകൾ പിടിച്ചു വാങ്ങിയിരുന്നു എന്നുമാണ് ചേതൻ കുമാർ ചോദ്യം ചെയ്യലിൽ പറയുന്നത്. പെൺകുട്ടികളുടേതെന്ന് കരുതുന്ന 30 പേജുള്ള ഒരു ഡയറിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൊറിയൻ ഡ്രാമകളും K-pop സംഗീതവും ആസ്വദിക്കുന്നത് തടഞ്ഞതിൽ തങ്ങൾ അതീവ നിരാശരായിരുന്നുവെന്ന് പെൺകുട്ടികൾ അതിൽ രേഖപ്പെടുത്തിയിരുന്നതായിട്ടാണ് വിവരം. കൂടാതെ 2018 സുജാതയുടെയും ഹീനയുടെയും മറ്റൊരു സഹോദരി ഈ വീട് സന്ദർശിക്കവേ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ആ മരണം ഒരു അപകട മരണമായിട്ടാണ് അന്ന് കണക്കാക്കപ്പെട്ടത്. കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നതുമില്ല. എന്നാൽ ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ ആ മരണത്തിലും ഏറെ സംശയങ്ങൾ ഉയരുന്നുണ്ട്. സ്റ്റോക്ക് ബ്രോക്കറായി ജോലി ചെയ്യുന്ന ചേതൻ കുമാറിന് ഏകദേശം 2 കോടി രൂപയുടെ കടബാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വൈദ്യുതി ബില്ല് അടയ്ക്കാൻ വേണ്ടിയാണ് പെൺമക്കളുടെ മൊബൈൽ ഫോണുകൾ ഇയാൾ വിറ്റത്. ഇതിനു പുറമെ കോവിഡ് കാലത്തിന് ശേഷം ഇയാൾ പെൺകുട്ടികളെ സ്കൂളിൽ അയച്ചിരുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. വലിയ കടബാധ്യത കാരണമാണ് ഇയാൾ ഇതിന് തയ്യാറാകാതിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്.